കേന്ദ്ര സർക്കാരിനെതിരെ പത്തനംതിട്ട അടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് CV ശാന്തകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണത്തിനായി കോൺഗ്രസ് ശക്തമായ പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസ് പ്രസ്ഥാനം ശക്തമായി നിലകൊള്ളുമെന്നും CV ശാന്തകുമാർ പറഞ്ഞു. ഭീകരവാദമാണ് ഇന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നമ്പേന്ദ്രപാലിന്റെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയിട്ടുള്ളത്. സമരം ചെയ്യുവാനുള്ള ജനാധിപത്യപരമായ അവകാശത്തെ ഹനിക്കുവാൻ BJP നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. കാരണം എന്താണ്? പലതരത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ അവർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുവാനുള്ള ബില്ലുകൾ അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ ചേരികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും അവതരിപ്പിച്ച ബില്ലിനെ ശക്തമായി ഇന്ത്യൻ പാർലമെന്റിൽ പരാജയപ്പെടുത്തിയതിന്റെ ഒരു വലിയ പ്രതിവിധിയാണ് ഇന്നലെ ഡൽഹിയിൽ കണ്ടത്. തൃശൂർ കൊരട്ടിയിൽ കള്ള് ഷാപ്പ് മാനേജറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച 3 പേർ പിടിയിൽ. പുലാനി സ്വദേശി അൻവിൻ, കല്ലുങ്ങപ്പുറം സ്വദേശി സുധീഷ്, പുതുക്കാട് സ്വദേശി സുബീഷ് എന്നിവരാണ് കൊരട്ടി പോലീസിന്റെ പിടിയിലായത്. കുണ്ടുകുഴിപ്പാടം സ്വദേശി മനോഹരനാണ് മർദ്ദനമേറ്റത്. ബൈക്കിലെത്തിയ പ്രതികൾ കള്ള് ആവശ്യപ്പെട്ടപ്പോൾ പണം തന്നതിന് ശേഷം കള്ള് തരാമെന്ന് പറഞ്ഞതിനായിരുന്നു മർദ്ദനം. തൃശൂർ മുരിങ്ങത്തേരിയിൽ മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ തെങ്ങ് കടപുഴകി വീട് തകർന്നു. നെല്ലുവായ സ്വദേശി സെയ്ദ് മുഹമ്മദിന്റെ വീടിന്റെ അടുക്കള ഭാഗത്താണ് തെങ്ങ് വീണത്. അപകടത്തിൽ വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകരുകയും ഭിത്തി തകർന്ന് വീഴുകയും ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു. അപകട സമയത്ത് സെയ്ദ് മുഹമ്മദും ഭാര്യയും ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഓടി ഇറങ്ങുകയായിരുന്നു.